സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. യുമാരെങ്ങനെ ഇവിടെ എത്തിയത്? കൃഷ്ണ, പിടിച്ച് പുറത്താക്കട ഉമാരെ. നിന്നെയൊക്കെ ഞാൻ ഇറക്കി വിടണോ അതോ നീ തന്നെ ഇറങ്ങി പോവോ? എന്റെ മുതലാളി, നല്ലൊരു ചടങ്ങ് നടക്കല്ലേ ഇവിടെ, അതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണോ? മല്ലിയേച്ചി, സുന്ദരി എവിടെയൊന്നും കാണാനില്ല. ഇനി നോക്കാൻ ഒരു സ്ഥലവും ഇല്ല. ഒന്ന് വന്ന് നോക്കൂ. എന്റെ ദേവി, മങ്കി ജോൺ ഇവിടെ ഉള്ളത് കൊണ്ട് ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി. സുന്ദരി ഇത്തവണ ഒളിച്ചോടിയത് യവന്റെ കൂടെയല്ല. ഞാൻ വന്നത് കല്യാണം കൂടാനും അല്ല. ഈ കല്യാണം ഇങ്ങനെയൊക്കെ ആവുന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതെ, എല്ലാരും ഒന്നിങ്ങോട്ട് ശ്രദ്ധിച്ചേ. കല്യാണ പെണ്ണ് ഒളിച്ചോടിപ്പോയി. കല്യാണം മുടങ്ങിയേ, കല്യാണം മുടങ്ങിയേ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. വീട്ടു മുതലാളി, അതെ, വെറും വാക്ക് പറഞ്ഞല്ല ഞാൻ. എനിക്കറിയാം സുന്ദരിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നു. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? പറ. സുന്ദരി പൂർണ്ണ മനസ്സോടെയല്ല ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പൂർണ്ണ മനസ്സെന്നല്ല, താല്പര്യമേ ഇല്ലായിരുന്നു. മല്ലികാമേ, ഞാൻ ഈ പറഞ്ഞത് കള്ളമാണെങ്കിലേ മല്ലികാമ എന്റെ മുഖത്ത് അടിച്ചോ. അടിച്ചോ, അടിക്ക്. എന്താ അടിക്കണില്ലേ? കണ്ടോ, സുന്ദരിക്ക് ഇഷ്ടമല്ലായിരുന്നു ഈ കല്യാണത്തിന്. അതെ, എല്ലാരും പൊയ്ക്കോ, എല്ലാരും പൊയ്ക്കോ. കല്യാണം മുടങ്ങി, എല്ലാരും പൊയ്ക്കോ. കല്യാണം മുടങ്ങി, എല്ലാരും പിരിഞ്ഞു പോയിക്കോ, എല്ലാരും പോയിക്കോ. സുന്ദരി, നീ എന്താടി പറഞ്ഞേ? എന്റെ സുന്ദരിയെ കാണാനില്ലെന്നോ? പിന്നെ ഈ നിൽക്കുന്നത് ആരാടി? പോ അങ്ങോട്ട്. നിങ്ങളിത് എവിടെ പോയതാ അമ്മേ? അത് അവളിത് എവിടെ പോവാനാ? കല്യാണം അന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സുന്ദരിക്ക് തിരിയണ്ടേ? ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തോളും വേണ്ടാത്തത്. നീ നേരത്തെ എന്നോട് എന്താ പറഞ്ഞേ? നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ മുഖത്തടിച്ചോളാൻ അല്ലേടാ? അത് പിന്നെ ശ്രീദേവി, മല്ലിക, നീ മോളെ കൊണ്ട് മുറിപ്പോ. മുഹൂർത്തത്തിന് സമയമായി. ഞാൻ കാർത്തികനെ വിളിച്ചിട്ട് വരാം. ശ്രീദേവി, ചെല്. നിങ്ങൾ വാ. കാർത്തിക്കിന്റെ കാര്യമല്ലേ, പറയാൻ പറ്റില്ല. അടുത്ത ആഴ്ച തന്നെ എറണാകുളത്ത് ചിലപ്പം വന്നിരിക്കും. അത് ശരിയാ. ഒരു മിനിറ്റ്. ഗൗരിമോളോ, അമ്മ വന്നില്ലേ? അമ്മയ്ക്കൊരു ചെറിയ പനി പോലെ. മാലിനി ചേച്ചിയൊക്കെ എവിടെ? അകത്തുണ്ട്. മോൾ അങ്ങോട്ട് ചെല്ലേ. ശരി അങ്കിൾ. എന്തായാലും എല്ലാം ഭംഗിയായി നടന്നല്ലോ അല്ലേ? മുല്ലപ്പൂവും ആഭരണങ്ങളും. ഇത് തന്നെയായിരിക്കണം സുന്ദരി. ഇപ്പൊ ശരിയാക്കി തരാം.
സുന്ദരി എന്ന് പറഞ്ഞിട്ട് എന്താ ഇത്? നിന്റെ ഒരു സോറി പൊക്കോണം. അമ്മാവ അങ്ങോട്ട് നിൽക്കൂ. കാർത്തി നടക്കും. തൊഴുതോ. വാ മോനെ, വാ. കാർത്തി ഇങ്ങോട്ട് കേറ്. കേറ്. ഇനി വധുവിനെ വിളിക്കാം. മോളെ മാലി, ചേച്ചി വിളിക്കും. ആ ശരി. എല്ലാരെയും തൊഴു. മൂത്തവാറേ. ആയിക്കോട്ടെ. മോനെ എന്തു പറ്റിയിടാ? എന്തു പറ്റി മോനെ? ഏയ് ഒന്നുമില്ല. വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് അത് പിന്നെ ഈ പുകയൊക്കെ ശ്വസിച്ചതിന്റെ ആയിരിക്കും ഈ അസ്വസ്ഥത. കാർത്തി, എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? എന്തോ വയ്യായ്ക പോലെ തോന്നുന്നുണ്ടല്ലോ. എന്ത് പറ്റി മോനെ? തിരുമേനി, ഒരു 10 മിനിറ്റ് കിട്ടും. ഓ ആയിക്കോട്ടെ. കാർത്തി, നമുക്ക് പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. സമയമുണ്ട്. വാ, വാടാ. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയും സമയമുണ്ട്, പോയിട്ട് വാടാ. വാ. ഇതെന്ത് പരിപാടിയാ? പെണ്ണ് മണ്ഡപത്തിൽ കയറി ഇരുന്നപ്പോ ചെറുക്ക എണീറ്റ് പോയോ? ആ പയ്യൻ എന്തോ വയ്യായിക ഉണ്ടെന്ന് തോന്നുന്നു. ഓ, ഇതൊന്നുമല്ല. എന്തോ വലിയ പ്രശ്നമുണ്ട്. ഇനി ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പൊ സമയമുണ്ടല്ലോ, 1-2 സ്റ്റില്ലും കൂടെ എടുക്കാം. ചേച്ചി വാ. അതെ ചേട്ടാ, ഒന്ന് വരുമോ? 1-2 സ്റ്റില്ലൂടെ എടുക്കാനാ. കാണാൻ നല്ല ഭംഗിയുണ്ട്.
കാർത്തികിന് ഓർമ്മയുണ്ടോ ശ്രീദേവിയുടെ കല്യാണം നടന്ന ദിവസം? കാർത്തികിനെ പോലെ ഒരു വരൻ ആ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആ കഥയൊക്കെ അറിയാം, അതിന്റെ കടപ്പാടുമുണ്ട്. പക്ഷേ കാർത്തികിന് അറിയാത്തൊരു കഥയുണ്ട്. ശ്രീദേവി ഇന്നും സുമംഗലിയായി ജീവിക്കുന്നത് എങ്ങനെയെന്ന് കാർത്തിക് അറിയണം. എന്റെയും ശ്രീദേവിയുടെയും കല്യാണം കഴിഞ്ഞ് പുതുമോടി മാറിയിട്ടില്ലാത്ത സമയം അന്നൊരു രാത്രിയിൽ പഴയൊരു ശത്രു എന്നെ തേടി വന്നു. ചേട്ടനും ഞാനുമായിട്ട് കച്ചവടത്തിലും തെറ്റിന്നുള്ളത് നേരം. പക്ഷേ അതോടെ ആ ബന്ധം അങ്ങ് അവസാനിപ്പിച്ച് കളഞ്ഞത് ഞാനൊന്നുമല്ല കേട്ടോ. ബന്ധങ്ങളൊക്കെ ഒന്ന് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയല്ലേ ഞാനിപ്പോ വന്നത്. ഒരിക്കൽ കൃഷ്ണനോട് തോറ്റു പിന്മാറിയ ഞാൻ കൃഷ്ണനെ ഇങ്ങോട്ട് വന്ന് കാണണമെങ്കിൽ മനസ്സിൽ കണ്ട കച്ചവടവും അത്ര വലുതായിരിക്കുമല്ലോ. സന്തോഷമുള്ളൂ. ഈ കച്ചവടത്തിൽ ലാഭനഷ്ടം നോക്കുന്നില്ല. ശങ്കരേട്ടനും ഞാനുമായിട്ടുള്ള ബന്ധം ഇതേപോലെ അങ്ങ് തുടർന്നാൽ മതി. ശങ്കരേട്ടാ, ഇയാള് നിന്നെ കൊല്ലാൻ തന്നെയാണ് ഞാൻ വന്നത്. ശങ്കരേട്ടാ, ഒരു ചതി കൂടി മണക്കുന്നുണ്ടല്ലോ. ആ നിൽക്കുന്നത് ആരാണെന്ന് അറിയാമോ നിനക്ക്? എന്റെ ശേഷക്കാരനാ. ഞാൻ വേണ്ടാന്ന് വെച്ച പെണ്ണിനെ താലി കെട്ടി കൂടെ പൊറുപ്പിക്കൂല്ലേ നീ? അവക്ക് ഞാൻ വിധിച്ചത് വൈദവ്യ യോഗമാ. അത് ഞാനങ്ങ് നടപ്പിലാക്കും. ഇങ്ങേരുടെ വരവ് കണ്ടപ്പോഴേ ഒരു അപകടം ഞാൻ മണത്തു. വീണ്ടും രക്ഷകനാകാനാണ് ഉദ്ദേശമെങ്കിൽ മരണം രണ്ടാകും. എങ്കി വാ, ആദ്യം എന്നെ. രാജേന്ദ്ര, ഗണേശ, ഇവരെ വിളിക്കില്ലായിരുന്നു. ഇവിടെ ആൾബലം കൂടുമ്പോ തോറ്റുപോകരുതല്ലോ. തുടങ്ങിക്കോടാ. ദേവരാജ, എടാ, പറഞ്ഞതല്ലേടാ ഞാൻ, അല്ലേ? ദേവരാജ, 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 എന്റെ ദേവരാജ, ദേവ, കൃഷ്ണ, എന്റെ മല്ലിക, എന്റെ അമ്മ, എന്റെ സുന്ദരി, ദേവ,
ദേവരാജൻ മരിക്കുമ്പോ പറഞ്ഞ അവസാനത്തെ പേര് സുന്ദരി. ആ സുന്ദരിയാ നിന്റെ താലിച്ചരടിനു വേണ്ടി അവിടെ കാത്തിരിക്കുന്നത്. കടപ്പാട് അതെനിക്ക് തീർക്കാനാവില്ല. ഈ വിവാഹം മുടക്കിയാൽ ആ കുടുംബത്തോട് ചെയ്യുന്ന ചതിയായിരിക്കും ഇത്. ഇതുവരെ ചതിയെന്ന പേര് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായാൽ അത് കേൾക്കാൻ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. നിനക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. ഒന്നുകിൽ സുന്ദരിയും നിന്റെ മകൾ ശ്രീദേവിയും സുമംഗലിയായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ ചിരിക്കേച്ചി. മുഹൂർത്തായി എന്ന് പറയുന്നു. ആങ്ങളെയും കാർത്തികിനെ ഒന്ന് പെട്ടെന്ന് വിളിക്കണം. ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്താ അവന് പറ്റിയതല്ല? അത് അവൻ എവിടെയാ? അത് എന്താടാ കാര്യം? ഒന്നുമില്ലമ്മാവാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അതെ, മുഹൂർത്തമായി. അതെ, ഇനി സമയം കളയണ്ട. അത് ശരിയാ. വാ വാ കാർത്തി, ഇങ്ങോട്ട് ചെല്ലേ. നടക്ക്. ഇതിലെ കേറ് മോളെ, കേറ്. എല്ലാരെയും ഒന്ന് തൊഴുതോ. മോളെ, പ്രസാദം തൊട്ടു.
താലി വാങ്ങും മോനെ. മോനെ കാർത്തി കിട്ടുമോനെ, മുഹൂർത്തമായി. കാർത്തി മോനെ സുന്ദരിയുടെ കഴുത്തി താലി ഇട്ട്